കുഞ്ഞിച്ചോ മീനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദി ഇന്ത്യൻ്റെ സീസൺ 5 എപ്പിസോഡ് 6 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനാണ്. ഗൈസ്, എനിക്കറിയാം ഞാൻ നന്നായിട്ട് താമസിച്ചാണ് ഈ വീഡിയോ ഇടുന്നത്. അത് എൻ്റേതായ കുറച്ച് എമർജൻസി സിറ്റുവേഷനൊക്കെ എത്തിയതുകൊണ്ടാണ് കേട്ടോ. സോ നിങ്ങൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് പഴയ പോലെ തന്നെ ആ ഒരു ഉഷാറായി തന്നെ ഒരു സപ്പോർട്ട് എനിക്ക് വീണ്ടും തരുമെന്ന് പ്രതീക്ഷയോടെ ഞാൻ ഈ ചാപ്റ്ററിലേക്ക് കടക്കാൻ പോകുവാണ്. സോ ലൈക്ക് ചെയ്തവർ ലൈക്ക് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്ത കൂടെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തെങ്കിലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ഡിക്കത്തല്ല നൂറുകണക്കിന് ആൾക്കാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ സമയത്ത് ആർത്തർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൻ പറയാനും തുടങ്ങി, ഡിക്കത്തല്ല ജനങ്ങളോട് എല്ലാവരും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഇന്നിവിടെ വന്നതിൽ നിന്ന്. എൻ്റെ ഏജ് വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് നിങ്ങളെപ്പോലെ എനിക്ക് ഈ കൺട്രിയുടെ ഹിസ്റ്ററിനെയോ എക്കോണമിനെ പറ്റി അറിഞ്ഞുകൂടാ. എനിക്കുള്ള പരിചയം ഇവിടെയുള്ള ബുക്സ് വായിച്ചാണ്. എന്നാൽ ഇവിടെയുള്ള ഒരു ബുക്കിൽ പോലും ഒരു സിറ്റിസൺ എന്തുകൊണ്ടാണ് അവരുടെ കൺട്രിയോട് ലോയലായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പലരും പറയുന്നത് അത് നാച്ചുറലി നമ്മുടെ ഹോംലാൻഡ് ആയതുകൊണ്ട് നമുക്ക് വരുന്നതെന്നാണ്. എന്നാൽ മറ്റൊരു ഓതർ പറഞ്ഞത് അതൊരു എഫക്റ്റ് ആണെന്നാണ്, ഒരു ടിക്കിൾ ഡൗൺ എഫക്റ്റ്. അതായത് രാജാക്കന്മാർ അവരെ പ്രജകളെ നോക്കുന്നു. ആ പ്രജകൾ എന്ന് പറയുന്ന നേരത്ത് അതിൻ്റെ അത് പാരൻസ് ഉണ്ട്. ആ പാരൻസ് അവരുടെ ചിൽഡ്രൻസിനെ നോക്കുന്നു. സോ ഇത് നാച്ചുറലി ഒരു ഓർഡർ പോകെ നാച്ചുറലി അതൊരു ലോയാലിറ്റിയായി മാറുമെന്ന് പറയുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതെല്ലാം തെറ്റാണ്. ഞാനിവിടെയുള്ള ലോയാലിറ്റി ചൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് അത് എൻ്റെ ഡിസിഷനാണ്. അത് ആർക്കും ഫോഴ്സ് ചെയ്യാനോ റൂൾ ചെയ്യാനോ ജഡ്ജ് ചെയ്യാനോ പാടില്ല. ഞാനിവിടെ ജനിച്ചതാണെങ്കിൽ കൂടിയും അത് എൻ്റെ ഫ്രീഡം ഓഫ് ചോയ്സ് ആണ്. ആ ചോയ്സിനെ നമ്മൾ നർച്ച് ചെയ്യുന്നതാണ്. നമ്മുടെ സപ്പോർട്ടേഴ്സും നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ നൈബേഴ്സും എന്തിനേറെ സ്ട്രേഞ്ചേഴ്സ് വരെ നമുക്ക് തരുന്ന ആ ഒരു പ്രോമിസാണ്. അതായത് പരസ്പരം നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പരസ്പരം നമ്മൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകും എന്നുള്ള ആ ഒരു പ്രോമിസ്. എന്നാൽ പല കാര്യങ്ങളും ഇതിനെ ഡിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ ഈ ഓരോ സമയങ്ങളിലും നമ്മുടെ ഹൃദയത്തിലുള്ള നമ്മുടെ ലോയൽറ്റിയാണ് ഈ കൺട്രിയെ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പു തരാം, ലോയൽറ്റി ഏറ്റവും എളുപ്പമുള്ള സാഹചര്യത്തിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ രാജാക്കന്മാർ നല്ല രീതിയിൽ തന്നെ ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോയൽറ്റി അതേപോലെ തന്നെ ഈസി ആയിരിക്കും. എന്നാൽ ഇന്ന് ഈ ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ അതൊട്ടും എളുപ്പമല്ല. നിങ്ങളുടെ ഓരോരുത്തരുള്ളിലുള്ള ഈ കൺട്രിയോടുള്ള ആ ഒരു ലോയാലിറ്റിയാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. എന്നാൽ അത് കൺട്രിയോട് മാത്രമല്ല, പകരം ഈ കോണ്ടിനെന്റ് തന്നെയാണ്. നിങ്ങൾ പല ചോയ്സും എടുക്കേണ്ടി വരും. ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ കണ്ണിൽ മുമ്പിൽ നിന്ന് മരിച്ചു വീഴുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ എനിമീസിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ജീവിക്കേണ്ടി വരും. ഞാൻ ഇന്നിവിടെ നിന്ന് ഇതെല്ലാം പറയുന്നത് ഇത് ഒരിക്കലും എൻ്റെ ചോയ്സ് ആയതുകൊണ്ടും ഞാനൊരു ലാൻസ് ആയതുകൊണ്ടുമല്ല. എനിക്ക് രാജ്യത്തിനോടുള്ള ഈ ഒരു ലോയാലിറ്റി ആരും തന്നതുമല്ല, ആരും മേടിച്ചെടുത്തതുമല്ല. പകരം അത് എൻ്റെ ചുറ്റിനുള്ളവർ, എൻ്റെ ചൈൽഡ്ഹുഡിൽ എൻ്റെ പാരൻസ് എന്നെ നർച്ച് ചെയ്തുകൊണ്ടാണ് ഞാനൊരു കൺട്രി സൈഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടുതലുള്ള അഡ്വഞ്ചേഴ്സും ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്കും ഒരു ടീച്ചർ എന്ന നിലയ്ക്കും ഇപ്പോൾ ഒരു ലാൻസ് എന്ന നിലയ്ക്കും ഞാനത് പ്രൂവ് ചെയ്യാനായിട്ട് പോകുവാണ്. എനിക്കറിയാം ഈ കൺട്രിയിലെ പല ലീഡേഴ്സിനും അവരുടേതായ തെറ്റുകളും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ മുമ്പിലേക്ക് വരാൻ പാടില്ല. ഇന്ന് 3 രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ യുദ്ധത്തിനെ നേരിടാനായിട്ട് പോകുവാണ്. പണ്ട് ആ ജനറേഷനുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചെയ്തതുപോലെ തന്നെ നമ്മൾ 3 റേസിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളും പരിമിതികളും നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ എല്ലാവരും മുന്നിലേക്ക് നയിക്കാൻ പോകുവാണ്. നമ്മൾ എല്ലാവരും ഈ യുദ്ധത്തിന് മുന്നിലേക്ക് നടന്നു പോകുവാണ്. സോ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിലും ഞാനൊരു കാര്യം പറയാം. ഈ ലാൻഡ്, ഞാനിപ്പോൾ ചവിട്ടിയിരിക്കുന്ന ഈ മണ്ണ് ഞാൻ ജനിച്ചു വീണ സ്ഥലമാണ്. ഇതെല്ലാം നമ്മൾക്ക് അവകാശപ്പെട്ട സ്ഥലമാണ്. ഞാൻ ഈ പറയുന്ന സമയത്ത് കൂടി 100 കണക്കിന് ആർമീസാണ് ആ ഒരു ഷിപ്പിൽ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഞങ്ങൾക്ക് ഒരു ചോയ്സ് തന്നിരുന്നു. ഈ രാജ്യത്തിന്റെ റോയൽ ഫാമിലീസിനെ എല്ലാവരും അവരുടെ കയ്യിലേക്ക് കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം അവർ നിർത്തിവെക്കുമെന്ന്. എന്നാൽ കമാൻഡർ വീര്യൻ അതിന് തയ്യാറാകുകയാണ് ഉണ്ടായത്. തന്റെ കോണ്ടിനെന്റിനെ രക്ഷിക്കാൻ വേണ്ടി തന്റെ ജീവൻ വരെ പുള്ളിക്കാരൻ പണയം വെക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ച് ഇത് എൻ്റർലി ഡിഫറൻ്റ് ആണ്. ഞാൻ ഒരിക്കലും അതിനോട് അംഗീകരിക്കുന്നില്ല. നമ്മുടെ എനിമീസ് നമുക്കൊരു ചാൻസ് തന്നിരുന്നു. എന്നാൽ അത് വിശ്വസിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാൻ എനിക്കൊരു താല്പര്യമില്ല. ഞാനിവിടെ മരിക്കാനാണെങ്കിലും യുദ്ധം ചെയ്യാനായിട്ട് തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഈ നിൽക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ അവസാന ശ്വാസം വരെ യുദ്ധം ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാര്യം ഡിക്കാത്തിയൻ ഞങ്ങളുടെ സ്ഥലമാണ്. സോ നിങ്ങൾ എന്ത് പറയുന്നു? ഈ സമയത്ത് തന്നെ എല്ലാവർക്കും നന്നായിട്ട് വാശി കയറി അവരെല്ലാവരും ഡിക്കാത്തെന്ന് പറഞ്ഞ് അലറാനും തുടങ്ങും. ഈ ടൈമിൽ തന്നെ നമ്മുടെ സിൽവി പതുക്കെ മുന്നിലേക്ക് നടക്കും. എന്നിട്ട് പതുക്കെ ട്രാൻസ്ഫോം ആയിട്ട് ആർത്തൻ്റെ പുറകിൽ നിന്നുകൊണ്ട് വലിയ ഉച്ചത്തിൽ തന്നെ അലറുന്നുണ്ട്. അങ്ങനെ ആർത്തന്നെ അവൾ വലിയൊരു സ്വീകരണം കൊടുക്കുകയും ചെയ്യും. ആർത്തറാട്ടെ ഇത് കാണാൻ നേരത്ത് ശരിക്കും സന്തോഷം വരിക. ജനങ്ങളുടെ ആ ഒരു സൗണ്ടിലൂടെ തന്നെ ആർത്തർ അവിടുന്ന് തിരിച്ച് നടന്നു പോവുകയും ചെയ്യും. സിൽവി, നീ ശരിക്കും ഷോ ഓഫ് ചെയ്യുമായിരുന്നോ? ആ ടൈമിലാണ് അവൻ വന്നിട്ട് പറയുന്നത്,
ആർത്തർ, അത് കൊള്ളാം കേട്ടോ. അത് ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. ഞാൻ കേട്ടിരുന്നു സിൽവി ഒരു ഡ്രാഗൻ എന്ന് ആ സ്കൂൾ അറ്റാക്ക് ചെയ്ത സമയത്ത്. പക്ഷേ ഇപ്പം എന്നാലും കാണാൻ സാധിച്ചു. ആർത്തർ, നിന്നെ കണ്ടതിലും സന്തോഷം. അല്ല ആർത്തർ, നീ വരാൻ പോകുന്ന ആ ഒരു നോബൽ സിറ്റിയിലേക്ക് വരുന്നില്ലേ? അവിടെ ഒരു റിസപ്ഷൻ നടക്കുന്നുണ്ട്. ഇല്ല, എനിക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം അറ്റൻഡ് ചെയ്യാനുണ്ട്. പിന്നെ കാണിക്കുന്നത് കുറച്ചധികം പേർ അവിടെ കൂടെ നിൽക്കുന്നതാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ റേ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ആഡത്തിനെ മറക്കത്തില്ല. എലി ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ ഫാമിലിനെ ആ ഒരു ബാൻഡേറ്റ്സ് അറ്റാക്ക് ചെയ്ത സമയത്ത് അവൻ എൻ്റെ ജീവൻ പണയം വെച്ചാണ് ഞങ്ങൾ ഓരോരുത്തരെയും രക്ഷിച്ചത്. ഞാൻ കുറച്ചധികം നാളായി അവൻ്റെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്തിട്ട്. പക്ഷേ ഒന്നോർക്കാൻ നേരത്ത് അവനൊരു മാറ്റവും പോലുമില്ല. അതേപോലെ തന്നെ അഗ്രസീവും ഇമ്പൾസും ഒരു ടോട്ടൽ വിത്ത് മൗത്തുമായിട്ട് അവൻ അതേപോലെ തന്നെ നിന്നു. അതിനോടൊപ്പം തന്നെ ജെനുവിനും അംബീഷ്യസും ഫിയർലിയും ലോയിലുമായിരുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു സുഹൃത്തിനെ നിങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞ് കാണുന്നിടത്ത് ആ ഒരു നൊസ്റ്റാൾജിക്കുള്ള ഫീൽ കിട്ടുന്നതാണ്. എന്നാൽ ഇവിടെ ഇന്നവൻ നമ്മുടെ കൂടെയില്ല. പക്ഷേ അവൻ്റെ ഓരോ ഓർമ്മകളും നമ്മുടെ കൂടെയുണ്ട്. ആഡത്തിൻ്റെ ഓരോ കാര്യത്തിനെയും ഞാൻ പ്രശംസിക്കുന്നു. അവൻ നമ്മുടെ ഇടയിൽ വളർന്ന് ഒരു ഫൈറ്ററായി, ഒരു പ്രൊട്ടക്ടറായി, ഒരു ഫ്രണ്ടായി മാറി. ആഡം, നിന്റെ അംബീഷൻസ് ഒരിക്കലും കാണാതെ പോകത്തില്ല. എനിക്കറിയാം നിനക്കൊരിക്കലും അടങ്ങിയിരിക്കാൻ സാധിച്ചില്ല. കാര്യം അത് നിന്റെ ഉള്ളിലെ സ്ട്രെങ്തിനെ, പാഷനാണ് കാണിച്ചിട്ടിരുന്നത്. ആ ഒരു പാഷൻ എന്നും നിലനിൽക്കട്ടെ. റെസ്റ്റ് ചെയ്തോളൂ മൈ ഓൾഡ് ഫ്രണ്ട്. നമ്മൾ ഇനി കാണുന്നവരെ. പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും അവിടെ നിന്ന് കരയുന്നതാണ്. ഈ സമയത്ത് തന്നെ ഹെലൻ പറയുകയും ചെയ്യും, ആർത്തർ വന്നതിൽ സന്തോഷം. ആ ടൈമിൽ തന്നെ ഡാർട്ടൻ വന്നിട്ട് പറയുകയും ചെയ്യും, കൺഗ്രാറ്റ്സ് ആർത്തർ, നീ ഒരു ലാൻസ് ആയിരിക്കുന്നല്ലേ, ഞാൻ നിൻ്റെ സ്പീച്ച് കേട്ടിരുന്നു, താങ്ക്സ്. ആ ടൈമിൽ തന്നെ നമ്മുടെ റോസും വന്നിട്ട് പറയുകയും ചെയ്യും, ആർത്തർ നിന്നെ ഓർത്ത് ഞങ്ങൾ ശരിക്കും പ്രൗഡാണ്, ഞങ്ങളെല്ലാവരും. എന്നാൽ ആർത്തറിനെ തിരിച്ചു പറയാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആ ടൈമിലാണ് വിറിയൻ അവിടേക്ക് വരുന്നത്. അവൻ പറയുകയും ചെയ്യും, അല്ല താങ്കൾ ആ റിസപ്ഷൻ സ്കിപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഞാനിവിടേക്ക് വന്ന സ്ഥിതിക്ക് ഒന്നില്ലെങ്കിൽ ഈ ഫ്യൂണറൽ ഞാനിവിടേക്ക് വന്നത് എൻ്റെ ചോയ്സ് അനുസരിച്ചാണ്. അതുമല്ല രാജാക്കന്മാരെല്ലാവരും അവിടെ ഉണ്ടല്ലോ, എന്നെ അവിടെ ആരും മിസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ആഡം എന്തായാലും അത് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ല ഞാനെന്ന് പറയട്ടെ, നിന്റെ സ്പീച്ച് അത് കുറച്ച് ക്യാച്ചിങ് ആയിരുന്നല്ലോ. എന്നാൽ അതിന് മുമ്പ് തന്നെ എനിക്കൊരു കാര്യം കൂടെ നിന്നോട് പറയാനുണ്ട്. ആ കാര്യം നീ എത്രയും പെട്ടെന്ന് തന്നെ ചിന്തിക്കേണ്ടതുമാണ്. എന്നിട്ട് ഒരു കാര്യം അവൻ തന്നെ നേരെ വെച്ച് നീട്ടുകയും ചെയ്യും. ആലിയുടെ മരണത്തിന് ശേഷം ആൾഡിൻ ഇതെനിക്ക് കൊണ്ട് തിരിച്ചു വന്നിരുന്നു. ഇത് ആലിയുടെ ആർട്ടിഫാക്റ്റ് അല്ലേ ആ ഒരു ലാൻസിനുള്ളത്? അതേ ആർത്തർ, ഇതിനെ ബ്ലഡുമായിട്ട് ബോൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രിഗർ ചെയ്യുന്നതായിരിക്കും. സോ നിനക്ക് ഒരു വൈറ്റ് സ്റ്റേജിലേക്ക് പെട്ടെന്ന് തന്നെ പുഷ് ചെയ്ത് എത്താനും സാധിക്കുന്നതാണ്. എനിക്കറിയാം നീ ഒരു എൽഫല്ല, പക്ഷേ നീ എൻ്റെ കീഴിൽ ഒരു ലാൻസ് ആയിട്ട് നിന്നിരുന്നെങ്കിൽ അത് അത്രത്തോളം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്ക്. വെറിയാൻ, താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ, അതില്ലെങ്കിലും ഞാൻ താങ്കളുടെ കീഴിൽ നിന്ന് തന്നെ ഫൈറ്റ് ചെയ്യുമെന്ന്. ഞാൻ ചിലപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യം റിഗ്രറ്റ് ചെയ്യുമായിരിക്കും, പക്ഷേ അതെനിക്ക് വേണ്ട. ഞാൻ തന്നെ വൈറ്റ് സ്റ്റേജിലേക്ക് എത്തിക്കോളാം. ഞാൻ തന്നെ കഷ്ടപ്പെട്ട് അവിടേക്ക് എത്തിക്കോളാം. ആ ടൈമിലാണ് പുള്ളിക്കാരൻ അവിടേക്ക് വന്നിട്ട് പറഞ്ഞത്, അല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാനും നിന്റെ കാര്യത്തിൽ എഗ്രി ചെയ്യുന്നു ആർത്തർ. അതുകൊള്ളാം, താങ്കൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇത്ര നേരം. അല്ല പിന്നെ അതെൻ്റെ ജോലിയല്ലേ. ഈ ആർട്ടിഫാക്ട് നിനക്ക് ട്രമൻഡസ് ആയുള്ള ബൂസ്റ്റ് തരുന്നതായിരിക്കും. പക്ഷേ അതിനോടൊപ്പം തന്നെ നിന്റെ പൊട്ടൻഷ്യൽ ഗ്രോത്തിനെ ഇത് തടയുന്നതായിരിക്കും. ആർത്തർ, നീ ശരിക്കും ഡിഫറൻ്റ് ആണ്. നീ ഡിഫറൻ്റ് ആയുള്ള ഒരു കാര്യം തന്നെയാണ്. സിൽവിയുടെ അമ്മയുടെ ആ ഒരു പവർഫുൾ ഉള്ള മാനക്കോർ നിന്റെ ഉള്ളിലുണ്ട്. ശരിയാണ്, അത് നിനക്ക് ഇപ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. എന്നാൽ ഫ്യൂച്ചറിൽ അത് ശരിക്കും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. സോ നീ ഫൈറ്റ് ചെയ്ത് മുന്നിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാനും ആ ഒരു ഫീച്ചറിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഈ സമയത്ത് തന്നെ വിറിയൻ പറയുന്നുണ്ട്, ആർത്തർ നീ യുദ്ധത്തിന് വേണ്ടി ശരിക്കും റെഡിയാണോ? അല്ല, ഒരിക്കലുമല്ല. പക്ഷേ ഞാനെന്തായാലും ആ ഡാം വിട്രയുടെ ഫ്രണ്ടിൽ ഒരിക്കലും തോറ്റു കൊടുക്കാൻ ആഗ്രഹിക്കുന്നതുമില്ല. പിന്നെ കാണിക്കുന്നത് ഒരു ഗേറ്റ് ആണ്. അവരെല്ലാവരും തന്നെ നിപ്പോണ്ടായിരുന്നു. എലിയാട്ടെ നല്ല കരച്ചിലായിരുന്നു. ആ സമയത്ത് ആർത്തർ മനസ്സിൽ പറഞ്ഞുണ്ട്, അവർ സാധാരണ പറയാറുണ്ട് മരണം നമ്മളെപ്പോഴും കാണുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ട് പോകുന്നിടത്താണെന്ന്. ഈ ടൈമിൽ തന്നെ റേ ആയിട്ട് അവൻ നല്ല വഴക്കിലുമായിരുന്നു. പതുക്കെ ആലീസ് നടന്ന് ആർത്തറിൻ്റെ അടുത്ത് വന്ന് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് അവനെ നോക്കി ഒന്ന് ചിരിക്കുകയും ചെയ്യും. എന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടുന്ന് തിരിഞ്ഞ് അവർ രണ്ടുപേരും ആ ഗേറ്റിലൂടെ നടന്നു പോവുകയും ചെയ്യും. ഈ സമയത്ത് അവരെല്ലാം പോകുന്ന കാണുന്നത് ആർത്തറിന് നന്നായിട്ട് തന്നെ ദേഷ്യവും അതേപോലെ തന്നെ സങ്കടവും ഉണ്ടായിരുന്നു. എനിക്കറിയാം ഓരോരുത്തരുടെ മരണം ഓരോരുത്തരുടെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആ ഒരു വിൽ കാരണമാണെന്ന്. പക്ഷേ പിന്നെ കാണിക്കുന്നത് അവൻ്റെ റൂമിൽ ഇരിക്കുന്നതാണ്. ഈ സമയത്ത് അവൻ ശരിക്കും ടെൻസ്ഡ് ആയിരുന്നു. അല്ല, അവർ പോകുന്ന സമയത്ത് നീ വഴക്കിടുണ്ടായിരുന്നല്ലേ? ആ ടൈമിൽ ആർത്തർ പറയുകയും ചെയ്യും, നമ്മൾ ഓരോ തവണ ഒരു കാലെടുത്ത് മുന്നിലേക്ക് വെക്കാൻ നേരത്ത് 3 അടി പുറകിലേക്ക് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ അവരെന്താണ് എൻ്റെ വാക്കുകൾ കേൾക്കാഞ്ഞതെന്ന്. ആ സമയത്ത് സിൽവി പറയുന്നുണ്ട്, അതുകൊള്ളാം, നീ ബേസിക്കലി പറഞ്ഞത് അവരോട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി പാത്തിരിക്കാനല്ലേ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞെങ്കിലും നീ അത് തന്നെയല്ലേ ഓർത്തത്? അത് പിന്നെ ഞാൻ പിന്നെ എന്ത് പറയാനാ? ഇതൊരു യുദ്ധമല്ലേ, എൻ്റെ ഫാമിലിയുടെ സേഫ്റ്റി അല്ലേ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. അവരെന്തായാലും എലീനെങ്കിലും ബാക്കിൽ വിട്ടല്ലോ, അത് തന്നെ സന്തോഷം.
പക്ഷേ എങ്കിലും അവർ ഈ യുദ്ധത്തിൽ ഇത്രയധികം റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ അവരുടെ ലൈഫിൽ? അവർക്കൊന്ന് മനസ്സിലായാൽ മതിയായിരുന്നു ഞാനിതെല്ലാം കാണിക്കുന്നത് അവരുടെ മകനെന്ന രീതിയിലാണ്, അല്ലാതെ മറ്റ്. ആ സമയത്ത് ഇത് കേൾക്കാർത്ത് സിൽവി ശരിക്കും ഞെട്ടി. എന്നിട്ട് അവൾ പറയുകയും ചെയ്യും, എനിക്കറിയാം ആ സത്യത്തിനെ പറ്റി സംസാരിക്കാൻ കുറച്ച് പാടായിരിക്കും, പക്ഷേ അവരവരുടെ ബെസ്റ്റ് അല്ലേ ചെയ്യുന്നത്. അല്ല സിൽവി, നിനക്ക് എന്താണ് മനസ്സിലായത്? ഉള്ളത് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തൊട്ട് ഞാൻ നിന്റെ തോട്ട്സ് കേൾക്കാറുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കെല്ലാം അറിയാമായിരുന്നു. പക്ഷേ കുഞ്ഞായതുകൊണ്ട് എനിക്കിപ്പോഴാണ് എല്ലാം ഒന്ന് മനസ്സിലായത്. എന്ത് നീ എന്താണ് പറഞ്ഞത്? അപ്പോൾ ഞാൻ നിന്നോട് ഇൻഡയറക്റ്റായുള്ള സംസാരിക്കുന്ന എല്ലാം തന്നെ നീ കേൾക്കാറുണ്ടെന്നോ? അല്ലാതെ പിന്നെ നിന്റെ മൈൻഡ് ശരിക്കും ലൗഡാണ്. പിന്നെ ഞാനെന്തായാലും ഒരു ട്രിക്ക് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നീ കേൾക്കത്തില്ല. പക്ഷേ നിന്റെ കാര്യത്തിൽ അതങ്ങനെയല്ല. അല്ല അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ടെസിയൻ്റെ അത് തന്നെ അയ്യോ അത് നീ കേട്ടല്ലേന്ന് പറഞ്ഞിട്ട് ആ തലേക്ക് വെച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് സിൽവി പറയും ചെയ്യും, ആർത്തർ നമ്മൾ എന്തായാലും യുദ്ധത്തിലേക്ക് കടക്കാൻ പോകുവാണ്. ഗ്രാൻഡ് ഫാദർ എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ ട്രെയിനിങ് ശരിക്കും നന്നായിട്ട് തന്നെ പോയെന്ന്. പക്ഷേ ഞാനിപ്പോഴും ഒരു ട്രൂ ആശ്രയുടെ ലെവലിലേക്ക് എത്തിയിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ബ്ലഡാണ് എൻ്റെ ഉള്ളിലൂടെ എപ്പോഴും പോകുന്നത്. ഞാൻ നിൻ്റെ കൂടെ നിന്ന് തന്നെ ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഞാൻ ഒരിക്കലും ഇൻവിൻസിബിൾ ആയിരിക്കത്തില്ല. നമുക്ക് ജീവനോടെ തന്നെ മുന്നിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും പരസ്പരം റിലേ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഞാനിതെല്ലാം നിന്നോട് പറയാൻ കാരണം ഞാൻ നിന്നോട് പലതും മറച്ചു വെക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ റീസെൻ്റിലാണ് അറിയുന്നത് തന്നെ. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവൻ എനിക്ക് നിന്നിൽ മാത്രമേ വിശ്വസിക്കാൻ സാധിക്കത്തുള്ളൂ. ആ ടൈമിൽ പതുക്കെ അവിടെ തലയെ കയറി പിടിച്ചത് പറയും ചെയ്യും, അഫ്കോഴ്സ് സിൽവി, പിന്നെ ആരും നീ വിശ്വസിക്കാനാണ്? ഒന്നില്ലെങ്കിലും ഞാനല്ലേടി നിന്നിവിടം വരെ വളർത്തിയത്. നിനക്ക് എൻ്റെ അടുക്ക് എന്ത് വേണമെങ്കിലും പറയാം, നിനക്ക് എങ്ങനെ വേണമെങ്കിലും എന്നെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു ആർത്തർ. ഈ സമയം തന്നെ അവൻ മനസ്സിൽ വീണ്ടും ആലോചിക്കുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് സിൽവി പേടിക്കുന്നതായിട്ട് കാണുന്നത്. അവൾ ശരിക്കും വറി ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അല്ല സിൽവി, നീ എത്ര പെട്ടെന്നാണ് സ്മാർട്ടായി മാറിയത്? അതെ, PTS ചെന്നപ്പോൾ പിന്നെ എൻ്റെ ഗ്രോത്ത് ശരിക്കും റിമാർക്കബിൾ ആയിരുന്നു. അത് മാത്രമല്ല നിൻ്റെ ഈഗോ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ നിനക്കറിയാലോ ഞാൻ ശരിക്കും ഒരു ഫാസ്റ്റ് ലേണർ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ആർത്തൻ്റെ മേലിലേക്ക് അവൾ ചാടി വീഴുന്നുണ്ട്. അതൊക്കെ എന്തായാലും പോട്ടെ, പിന്നെ നിൻ്റെ തോട്ട്സ് എല്ലാം ഞാൻ ആക്സസ് ചെയ്യുന്നുണ്ട്. അതെനിക്കറിയാം. എങ്കിലും വിസ്റ്റം പറഞ്ഞു വെച്ച് നോക്കാൻ നേരത്ത് നൂറുകണക്കിന് ആശ്ര ബ്ലഡുള്ള മെയ്സാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അഗ്രഹണ കാരണം ആർത്തർ പെട്ടെന്നായിരുന്നു അവൻ നടന്ന് അകത്തേക്ക് കയറി വന്നത്. നീ വീണ്ടും വന്നോ? എന്തോ ജി, ഇപ്പം എന്തെങ്കിലും കോമൺ ആയുള്ള ഒക്കറൻസ് ആണോ? അതൊന്നും അല്ലെങ്കിൽ ജസ്റ്റ് ആ ഡോറിന്ന് നോക്ക് ചെയ്തോട്ടെ. ആർത്തർ, നിന്നിൽ നിന്ന് എനിക്കൊരു കാര്യം വേണം. ലോർഡ് ഇന്ദ്രജിത്ത് എന്നോട് പറഞ്ഞത് നിന്റെ ജഡ്ജ്മെന്റ് അനുസരിച്ച് ഈ യുദ്ധത്തിന്റെ മുമ്പിലേക്ക് പോകാനായിട്ടാണ്. എന്നാൽ നിന്റെ സ്പീച്ച് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല. നിന്റെ കോൺട്രിബ്യൂഷൻ എന്തായാലും നിന്റെ സോളിൽ ലിമിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. പക്ഷേ അതേപോലെ തന്നെ ഈ യുദ്ധകാലത്ത് നിന്നെ ഏറ്റവും വേണ്ട സമയത്തും നീ ചിലപ്പോൾ ഞങ്ങളുടെ കൂടെ ആയിരിക്കും, ഞങ്ങളുടെ കൗൺസിലിൻ്റെ കൂടെ. അല്ല, എന്താണ് ഈ പറഞ്ഞു വരുന്നത്? സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. നീ എന്താണ് ഈ പറയുന്നത്? ഒരു 16 വയസ്സുകാരൻ കൗൺസിലിൽ നിന്നുകൊണ്ട് ഡിസിഷൻ മേക്ക് ചെയ്യണമെന്നാണോ? നീ ചിലപ്പോൾ ഒരു ലെസർ ആയിരിക്കും, പക്ഷെ നീ ഒരു നോർമൽ ടീനേജർ അല്ല. അതെനിക്ക് പലതവണ മനസ്സിലായതാണ്. നിന്റെ എബിലിറ്റീസ് ഞാൻ ഒരിക്കലും കൗൺസിലിൽ ഇരുന്ന് കേട്ടോണ്ട് ചുമ്മാ വേസ്റ്റ് ആക്കുന്നതല്ല. നിന്നെ വെച്ചുകൊണ്ട് എനിക്ക് മറ്റു കുറച്ചധികം പ്ലാൻസ് ഉണ്ട്. അപ്പോൾ ഈ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? എൻ്റെ ഹെൽപ്പ് വേണേയും ചെയ്യും, എന്നെ ആവശ്യമില്ലെന്നാ? അത് സമയം വരുമ്പോൾ നീ അറിയുന്നതായിരിക്കും. ഈ ഫൈറ്റ് കഴിയാൻ നേരത്ത് ഒരു പുതിയൊരു ഇറയായിരിക്കും ജന്മം കൊള്ളാൻ പോകുന്നത്. ഡിക്കത്താൻ ജനിച്ചു കഴിഞ്ഞാൽ ആശ്വാസിനൊപ്പം തന്നെയായിരിക്കും നിങ്ങൾ ജയിക്കാനും പോകുന്നത്. അഗ്രോണ ഡേറ്റേഴ്സും എല്ലാവരും താഴത്തേക്ക് വീഴുന്നതായിരിക്കും. അത് മാത്രമല്ല നമുക്ക് പുതിയൊരു കൺട്രിയിലേക്ക് ഒരു ആക്സസും കിട്ടുന്നതാണ്. ആ സമയത്താണ് ആർത്തർ ചോദിക്കുന്നത്, നിനക്ക് അഗ്രോണിൽ നിന്ന് ആരെങ്കിലും നഷ്ടപ്പെട്ടിരുന്നോ? ആ സമയത്ത് അവൻ പറയും ചെയ്യും, ഒത്തിരി പേരെ. എന്നാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ആരെ നഷ്ടപ്പെടുത്താൻ ഒരാഗ്രഹം പോലുമില്ല. എങ്കിൽ ഒരു കാര്യം പറയാം, നിങ്ങൾ എന്നെ വിശ്വസിക്കണം, അഡ്വാൻസ് ആയിട്ട് തന്നെ. അതേപോലെ തന്നെ നീ പറയുന്ന പോലെ ഞങ്ങൾ ലെസേഴ്സാണ് നിങ്ങളുടെ ബാറ്റിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ഇനി റെസ്പെക്ട്ഫുള്ളി എങ്കിലും നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടതാണ്. ആർത്തർ, നീ എന്നിൽ നിന്ന് കുറേയധികം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പക്ഷേ എന്നിട്ട് പുള്ളിക്കാരൻ നടന്നും മുന്നിലേക്ക് പോകും. എന്നിട്ട് പറയും ചെയ്യും, ഞാൻ എന്തായാലും മീറ്റിംഗ് റൂമിലേക്ക് പോകുവാണ്. അവിടെ കുറച്ചധികം ആൾക്കാർ നിൽപ്പുണ്ട്. അവർ ഞാൻ അധിക നേരം ഒറ്റയ്ക്ക് വിട്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അല്ല, ഒരു നിമിഷം. ഈ ലാൻസ് എന്ന രീതിയിൽ ഒഫീഷ്യൽ ഡ്യൂട്ടി ഞാൻ കയ്യേറുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അല്ല, അതെന്താണ്? പിന്നെ കാണിക്കുന്നത് ഒരു വലിയൊരു ബീച്ച് സൈഡാണ്. അവിടെയാട്ടെ കുറച്ചധികം പേര് നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ അത്യാവശ്യം കട്ടൊക്കെ തന്നെയാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാണാനായിട്ട് കുറേയധികം പേരുണ്ടായിരുന്നു. ഈ സമയത്താണ് അവൻ അവിടേക്ക് നടന്നു വരുന്നത്. ബാക്കിലായിട്ട് ഭയങ്കര ബഹളം വെക്കുന്നുണ്ട്. എല്ലാവരും മാറാൻ നോക്ക്, ദേ ഫുഡ് വരാൻ ടൈമായിട്ടുണ്ട്, മര്യാദക്ക് ഒന്ന് കഴിച്ചോണം. പിന്നെ ഒരു കാര്യം, മര്യാദക്ക് വയറ് നിറച്ച് കഴിച്ചിട്ട് ഇവിടെയൊക്കെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ കിടന്ന് ബഹളം വിടുന്നുണ്ട്. പെട്ടെന്നാണ് അവൾ തിരിഞ്ഞു നോക്കിയിട്ട് ആർത്തൻ്റെ നേരെ ഒന്ന് നോക്കുന്നത്. അല്ല, അത് ആർത്തറായിട്ട് മുന്നിലേക്ക് നടന്നു പോവുകയും ചെയ്യും. ആൾ പറയും ചെയ്യും, കുറച്ച് ഫെമിലിയർ ആണല്ലോ കാണാനായിട്ട്. ഭാഗ്യം സിൽവി, നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഈ ടൈമിലും ആ ഒരു ഫൈറ്റ് അത്യാവശ്യം നന്നായിട്ട് തന്നെ നടപ്പുണ്ടായിരുന്നു. ആൾ പറയുകയും ചെയ്യും, നീ ശരിക്കും ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ കെഡ്രി.
അത് കൊള്ളാം. അപ്പം നീ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നത് ജോൺ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫൈറ്റ് കട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർത്തറാട്ടെ ഇതെല്ലാം നോക്കിക്കൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. അല്ല, അവളെ കണ്ടിട്ട് ഹാഫ് എൽഫായിട്ട് തോന്നുന്നു. ശരിയാണ്, നമ്മൾ അധികം പേരെയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അല്ല, അടുത്ത ഫൈലിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് അവിടേക്ക് ശരിയാണ്, ക്യാപ്റ്റനൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ക്യാപ്റ്റൻ ഇരിക്കുന്ന ആ ഒരു ടെൻറ്റിൻ്റെ അടുത്തേക്ക് പോകും. ആ ടൈമിൽ തന്നെ അവിടെയുള്ള ഗാർഡ് ചോദിക്കുകയും ചെയ്യും, നിനക്കിവിടെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? ഇത് ക്യാപ്റ്റൻ്റെ ടെൻ്റ് അല്ലേ? അതല്ലേ നിന്നോട് ചോദിച്ചത്, നിനക്ക് എന്തെങ്കിലും ഇവിടെ ബിസിനസ് ഉണ്ടാകുന്നു? ആദ്യമായിട്ട് പതുക്കെ അവൻ്റെ പോക്കിൽ നിന്ന് ആ ഒരു ബാഡ്ജ് എടുത്ത് കാണിക്കുകയും അത് കാണാൻ നേരത്തെ തന്നെ ആ ഗാർഡിൻ്റെ കിളി പോകുകയും ചെയ്യും. എന്നോട് ക്ഷമിക്കുക ജനറൽ എന്ന് പറഞ്ഞു കാറാൻ പോയപ്പോൾ ആർത്തർ പറഞ്ഞു ചെയ്യും, മിണ്ടരുത്, ഞാനിവിടെ ആരും അറിയാതെയാണ് വന്നിട്ടുള്ളത്. സോ ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എന്നിട്ട് ആർത്തർ നേരെ അകത്തേക്ക് കയറിയിട്ട് പറയുകയും ചെയ്യും, കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ട്. ഈ സമയത്ത് സില്ലി പറയുകയും ചെയ്യും, ശരിയാണ്, ഞാനിവിടെ ഓർക്കുന്നു, പ്രൊഫസർ ഗ്ലോറി. അങ്ങനെ നമ്മുടെ പ്രൊഫസർ ഗ്ലോറിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. എല്ലാവരോടും എന്നൊന്ന് ക്ഷമിച്ചേക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് പ്രോപ്പർലി വീഡിയോസ് ഒന്നും ഇടാൻ സാധിച്ചില്ല. അത് എൻ്റേതായ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ ഇപ്പോൾ ഒതുങ്ങിയിരിക്കുവാണ്. ഞാൻ എന്തായാലും പഴയ പോലെ തന്നെ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാനും പോകുവാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നമ്മൾ ഏകദേശം 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താറായിട്ടുണ്ട്. സോ ഇപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് കാണിച്ചേക്ക്.